ശത്രുവിനെ എവിടെയെങ്കിലും വെച്ച് വധിക്കുകയല്ല, മറിച്ച് അതീവ സുരക്ഷയിൽ കഴിയുന്നിടത്ത് നുഴഞ്ഞു കയറി ശത്രു ഏറ്റവും ശക്തനായിരിക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത നിലയിൽ പ്രഹരമേൽപ്പിക്കാൻ ഇന്നീ ഭൂഗോളത്തിൽ കഴിയുന്ന ഏക സംഘടനയാണ് മൊസാദ്. അതെ, ഇസ്രായേലിൻ്റെ ചാരസംഘടന. ലോകത്തെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമെന്നോ സൈനിക സംഘമെന്നോ ഇസ്രായേലിൻ്റെ സംരക്ഷകരെന്നോ വിശേഷിപ്പിക്കാവുന്ന മൊസാദിൻ്റെ തലവൻ ഇന്നീ ഭൂമിയിൽ പലരുടെയും ഹീറോയാണ്. അതേസമയം തന്നെ മറ്റു ചിലർക്ക് വില്ലനും പിശാചുമാണ് അദ്ദേഹം. പശ്ചിമേഷ്യൻ സമാധാനത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും കടിഞ്ഞാൻ കയ്യിലേന്തിയിരിക്കുന്ന മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബെർണിയ എന്ന അസാധാരണ മനുഷ്യൻ്റെ ജീവിതമാണിത്. ഡേവിഡ് ബെർണിയ വെറുമൊരു നേതാവല്ല, ശത്രുക്കൾ പോലും മതിക്കുന്ന പോരാളിയും യുദ്ധതന്ത്രജ്ഞനുമാണ് അദ്ദേഹം. ആരും കരുതാത്ത ആയുധങ്ങളെടുത്ത് അടരാടുന്നവൻ, ശത്രുവിൻ്റെ ശക്തിയെ തന്നെ ഉപയോഗിച്ച് അവരുടെ അന്ത്യം കുറിക്കുന്നവൻ. തൻ്റെ മതത്തിനും മാതൃരാജ്യത്തിനും കരുത്തും കാവലുമായി നിൽക്കുന്ന ഡേവിഡ് ബെർണിയ 2021 ജൂണിലാണ് മൊസാദിൻ്റെ തലവനായി ചുമതലയേൽക്കുന്നത്. പിന്നീടങ്ങോട്ട് പശ്ചിമേഷ്യൻ സമാധാനവും സംഘർഷവും നിർണയിച്ചത് ഈ മനുഷ്യനാണ്. ഇത് ഡേവിഡ് ഡാഡി ബെർണിയ. ജനനം 1965 മാർച്ച് 29. നാസികളുടെ വേട്ടയാടലിന് ഇരയായ ഒരു യഹൂദ കുടുംബത്തിലാണ് ഡേവിഡ് ബെർണിയയുടെ ജനനം. പിതാവ് ജോസഫ് ബ്രണ്ണർ അഥവാ ജോസഫ് ബെർണിയ, മാതാവ് നവോമി. ജോസഫ് ബെർണിയ നാസി ജർമ്മനിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം പലായനം ചെയ്യുകയും 3-ാം വയസ്സിൽ ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്തു. പിന്നീട് ഇസ്രായേൽ സൈന്യത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡേവിഡ് ബെർണിയയുടെ മാതാവ് നവോമി ഒരു അധ്യാപികയായിരുന്നു. ഡേവിഡ് ബെർണിയ ടെൽ അവീവിലെ മിലിറ്ററി ബോർഡിംഗ് സ്കൂൾ ഫോർ കമാൻഡിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് 1983 ഇസ്രായേൽ സൈന്യത്തിൽ ചേർന്നു. ജനറൽ സ്റ്റാഫ് റെക്കഗ്നൈസൻസ് യൂണിറ്റിൽ സൈനിക സേവനം ചെയ്യുന്നതിനിടെ വീണ്ടും പഠിക്കണമെന്ന ആഗ്രഹം കലശലായി. അങ്ങനെ അമേരിക്കയിലെ ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദവും പേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBAയും നേടി. തുടർന്ന് ഇസ്രായേലിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ ബിസിനസ് മാനേജറായി ജോലി ചെയ്തു. സാമ്പത്തിക മേഖലയിലെ ജോലിയും സ്വസ്ഥ ജീവിതവും പക്ഷേ ഡേവിഡ് ബെർണിയയെ സംതൃപ്തനാക്കിയില്ല. രാജ്യത്തിനായി എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന ചിന്ത ആ മനുഷ്യനെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 1996 ബെർണിയ മൊസാദിൽ ചേർന്നു. സോമറ്റ് ഡിവിഷനിൽ പ്രവർത്തനം ആരംഭിച്ച ഡേവിഡ് ബെർണിയ ഇസ്രയേലിലും വിദേശത്തും പ്രവർത്തന യൂണിറ്റുകളുടെ കമാൻഡറായി. 2.5 വർഷക്കാലം നുഴഞ്ഞു കയറുന്നതിനും ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ചുമതലയുള്ള കെഷറ്റ് ഡിവിഷന്റെ ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ചു. 2013 അദ്ദേഹത്തെ സോമറ്റ് ഡിവിഷന്റെ തലവനായി നിയമിച്ചു. ഇക്കാലയളവിൽ സോമറ്റ് ഡിവിഷൻ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. കുശാഗ്രബുദ്ധിയും അർപ്പണ മനോഭാവവും തികഞ്ഞ രാജ്യ മതസ്നേഹവും അതിലെല്ലാം ഉപരി കാലം നമിക്കുന്ന കാഴ്ചപ്പാടുകളും ഡേവിഡ് ബെർണിയയുടെ ഉയരങ്ങളിലേക്കുള്ള പടവുകൾ വെട്ടി. 2019 മൊസാദിൻ്റെ ഉപമേധാവിയായി നിയമിതനായ ബെർണിയ 2021 ജൂണിൽ മൊസാദിൻ്റെ തലവനായി. ഡേവിഡ് ബെർണിയയുടെ കാവലിൽ ഇസ്രയേലും യഹൂദരും സുരക്ഷിതരെന്ന് കരുതി നീങ്ങിയ നാളുകളിൽ ഈ യുദ്ധവീരൻ്റെ തലക്കേറ്റ പ്രഹരമായിരുന്നു ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണം. ശത്രുവിൻ്റെ ഹൃദയസ്പന്ദനം പോലും അളന്നുകൂട്ടിയിരിക്കുന്ന മൊസാദിന് ആഗോളതലത്തിൽ തന്നെ നാണക്കേടായിരുന്നു 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി 1139 ഇസ്രയേലികളെ കൊന്നൊടുക്കിയത്. കൂടാതെ 251 ഇസ്രയേലികളെ തടവുകാരാക്കുകയും ചെയ്തു. ലോകം പോലും ഈ മൊസാദിന് ഇതെന്തു പറ്റിയെന്ന അമ്പരപ്പിലായിരുന്നു അപ്പോൾ. ഇസ്രയേലിൻ്റെ പകയുടെ കനലിൽ ഗാസ മുനമ്പ് കത്തിയെരിഞ്ഞപ്പോൾ ഡേവിഡ് ബെർണിയയും മൊസാദും തലച്ചോറുകൊണ്ട് യുദ്ധത്തിന് സജ്ജരാകുകയായിരുന്നു. തങ്ങളുടെ ബുദ്ധിയും ധൈര്യവും പ്രതാപവും കൈമോശം വന്നിട്ടില്ലെന്ന് ഡേവിഡ് ബെർണിയയും മൊസാദും തെളിയിച്ചത് 2024 ജൂലൈ 31 അന്നാണ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. വെറുമൊരു കൊലപാതകമായിരുന്നില്ല അത്. ഇസ്മയിൽ ഹനിയ ഇറാനിലെത്തുമ്പോൾ പതിവായി താമസിക്കാറുള്ള അതീവ സുരക്ഷാ മേഖലയിലുള്ള മുറിയിലാണ് അന്ന് മൊസാദ് ബോംബ് വെച്ചത്. മാസങ്ങൾക്ക് ശേഷം ഇസ്മയിൽ ഹനിയ ആ മുറിയിലെത്തിയ രാത്രിയിൽ സ്ഫോടനം. ഇറാന്റെ കർശന സുരക്ഷയും നിരീക്ഷണവുമായുള്ള സ്ഥലത്ത് കൃത്യമായ ആസൂത്രണത്തിലൂടെയുള്ള സ്ഫോടനം നടത്തി ഹമാസ് തലവന്റെ ജീവനെടുത്തു മൊസാദ്. തങ്ങളുടെ കണ്ണുകളെയും തലച്ചോറിനെയും ഹമാസ് കെട്ടിയ 2023 ഒക്ടോബർ 7 മൊസാദിൻ്റെയും ഡേവിഡ് ബെർണിയയുടെയും മുന്നറിയിപ്പ് മാത്രമായിരുന്നു ഇസ്മയിൽ ഹനിയയുടെ വധം. എത്ര സുരക്ഷയ്ക്കുള്ളിലും കഴിഞ്ഞാലും ഇസ്രയേലിൻ്റെ ശത്രുവാണെങ്കിൽ മരണത്തീയതി കുറിക്കുക മൊസാദ് ആയിരിക്കുമെന്ന സന്ദേശമാണ് ഇസ്മയിൽ ഹനിയയുടെ ജീവനെടുത്തതിലൂടെ ഡേവിഡ് ബെർണിയ ലോകത്തിന് നൽകിയത്. ഇസ്മയിൽ ഹനിയയുടെ ജീവനെടുത്തിട്ടും ഡേവിഡ് ബെർണിയയുടെ അങ്കക്കലി അടങ്ങിയില്ല എന്നാണ് സമീപ ദിവസങ്ങളിലെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ലെബനൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്ര സ്വഭാവമുള്ള ഹിസ്ബുള്ള എന്ന സായുധ സംഘം ആശയവിനിമയത്തിനുപയോഗിക്കുന്ന പേജറുകളും വോക്കി ടോക്കികളും ഒരു സാന്ത്വനത്തിൽ പൊട്ടിത്തെറിക്കുന്നു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്നു. പരിക്കേറ്റവരും കൊല്ലപ്പെട്ടവരും എല്ലാം ഇസ്രയേലിൻ്റെ ശത്രുക്കളായ ഹിസ്ബുള്ള പോരാളികൾ. അന്നുവരെ കേട്ടുകേഴ്വിയില്ലാത്ത യുദ്ധമുറ കണ്ട് ലോകം തന്നെ അമ്പരന്നു. കൊല്ലപ്പെട്ട നേതാക്കളും ഗുരുതരമായി പരിക്കേറ്റ സംഘാംഗങ്ങളും ആശയവിനിമയ സംവിധാനം നഷ്ടപ്പെട്ട പോരാളികളുമായി ഹിസ്ബുള്ള തകർന്നു.
പേജറുകൾ വ്യാപകമായി ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ ശേഷമാണ് സ്ഫോടനം നടത്തിയത്. ചെറിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങൾ. കൂടുതൽ പേർക്കും മുഖത്തിനും കണ്ണുകൾക്കും കൈകൾക്കുമാണ് പരിക്കേറ്റത്. പലരുടെയും കൈകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ശരീരത്തോട് ചേർന്നുള്ള പൊട്ടിത്തെറി ആയതിനാലാണ് ജീവഹാനി വരെ സംഭവിച്ചത്. സ്ഫോടന പരമ്പരയുടെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തില്ലെങ്കിലും അതിൻ്റെ ശക്തി മൊസാദും ബുദ്ധി ഡേവിഡ് ബെർണിയയുമാണെന്ന് ലോകത്തിനറിയാം. US-ഉം യൂറോപ്യൻ യൂണിയനും UAE-യും അടക്കം 60 രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയാണ് ഹിസ്ബുള്ള. ലെബനൻ പാർലമെന്റിൽ നിർണായക സ്വാധീനമാണ് ഹിസ്ബുള്ളയ്ക്കുള്ളത്. അവരുടെ സായുധ പിന്തുണയില്ലാതെ ലെബനന് നിലനിൽപ്പില്ല. ആയുധശേഷിയും പുതിയ സാങ്കേതിക വിദ്യയുമുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ളയുടേത്. ഗാസയിൽ ഹമാസും യമനിലെ ഹൂതി വിമതരുമായി കൈകോർത്ത് ഇസ്രയേലിന്റെ ശത്രുപക്ഷത്താണ് ഹിസ്ബുള്ള നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ ഇസ്രയേലിനെ വിറപ്പിച്ചു നിർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ട ആയുധവും പരിശീലനവും നൽകുന്നത് ഇറാനാണ്. ഗാസ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ സംഘർഷമാണ്. ഇതോടെയാണ് ഹിസ്ബുള്ളയെ മുച്ചൂടും നശിപ്പിക്കാൻ ഡേവിഡ് ബെർണിയയും മൊസാദും ഇറങ്ങിപ്പുറപ്പെട്ടത്. ലെബനനിലെ പേജർ സ്ഫോടന പരമ്പരയുടെ പേര് മാത്രം മതി ചരിത്രം ഡേവിഡ് ബെർണിയയെ അടയാളപ്പെടുത്താൻ. ശത്രുവിൻ്റെ മടയിൽ തുടർ സ്ഫോടനങ്ങൾ നടത്തി അവരുടെ ആൾബലവും ആയുധവും ആത്മവിശ്വാസവും നശിപ്പിക്കുകയാണ് ഡേവിഡ് ബെർണിയ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ അവസാനം എങ്ങനെയായാലും മൊസാദും ഡേവിഡ് ബെർണിയയും നടപ്പാക്കിയ പദ്ധതികൾ ലോകമുള്ളിടത്തോളം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും.